എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത്. പൊറോട്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണെങ്കിലും നമ്മൾ ആരും അത് ഉണ്ടാക്കാൻ മെനക്കെടാറില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ ഇത് വളരെ ഈസിയായി സിമ്പിളായിട്ടുള്ള പ്രോസസ്സിൽ കൂടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പൊറോട്ട ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 1.5 കിലോ മൈദയാണ്. അപ്പോൾ ഈ മൈദയിലേക്ക് നമുക്കൊരു 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ 3 ടീസ്പൂൺ എടുത്തു എന്നേ ഉള്ളൂ. മധുരം കുറവാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ 2 ടീസ്പൂൺ ആയാലും വിരോധമില്ല. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നമ്മളിത് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ കുഴച്ചെടുക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് നെയ്യാണ്. നമുക്ക് നെയ്യോ സൺഫ്ലവർ ഓയിലോ രണ്ടും കൂടി മിക്സ് ചെയ്തൊക്കെ എടുക്കാം. വെളിച്ചെണ്ണയും താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ മൂടി പൊതിഞ്ഞ് വെക്കണം. ഇങ്ങനെ ഏകദേശം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വയ്ക്കുന്നതാണ് നല്ലത്. എത്രയും കൂടുതൽ വയ്ക്കുന്നോ അത്രയും നമ്മുടെ പൊറോട്ട സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി പൊതിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മൾ ടേബിൾ ടോപ്പിലിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ ടോപ്പിൽ ലേശം എണ്ണ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ മാവ് അത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കൊന്നുകൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എത്രമാത്രം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണോ അത്രയ്ക്ക് നമ്മുടെ പൊറോട്ട സോഫ്റ്റായി കിട്ടും. പൊറോട്ട സോഫ്റ്റാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയധികം നേരം ഇതിനെ കുഴച്ചെടുക്കുന്നത്. എണ്ണ ടേബിൾ ടോപ്പിൽ ഇതേപോലെ പുരട്ടി കൊടുക്കണം, അതല്ലെങ്കിൽ മാവ് ടേബിൾ ടോപ്പിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഈ മാവ് മുഴുവനും ഇതേപോലെ വലിച്ച് നീട്ടിയെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിനെ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കിതിനെ ഉരുളുരുട്ടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവിന് മൊത്തത്തിൽ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേ കനം വരുന്ന രീതിയിൽ നമുക്കൊന്ന് നീട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മാവൊക്കെ ഒരേ വലുപ്പത്തിൽ നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി ഉപയോഗിച്ച് പീസാക്കി എടുക്കാം. കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഒരേ വലുപ്പത്തിലുള്ള പീസുകളാക്കി നമ്മൾ മുറിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിതെല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഉരുട്ടാം. ഇനി ഇതിൽ ഇതേപോലെ ഒരു ഉരുള കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ 4 മൂലകളും നമ്മൾ ഇതേപോലെ സെൻറ്ററിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ 4 മൂലകൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ 2 വിരലുകൾക്കിടയിൽ കൂടെ അതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകൾ ഒന്ന് തന്നെയുള്ളൂ. 4 മൂലയിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ 2 വിരലുകൾക്കിടയിൽ കൂടെ ഇങ്ങനെ തുറച്ച് വരും. അപ്പോൾ ഇതൊരു ബോൾ പോലെ വരും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ബോളാക്കി എടുക്കണം. ഇങ്ങനെ എല്ലാ ഉരുളകളും തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതേപോലെ എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാ ഉരുളകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ മാവ് ചെയ്ത പോലെ തന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് കുറച്ച് നേരം മൂടി വയ്ക്കണം. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മൂടി വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. എത്ര കൂടുതൽ നേരം വയ്ക്കണോ അതിനനുസരിച്ച്
നമ്മളുണ്ടാക്കുന്ന പൊറോട്ട നല്ല സ്മൂത്തായി കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ ഈ ബോൾസ് എല്ലാം ഏകദേശം 1 മണിക്കൂറോളം വെറ്റ് തുണി കൊണ്ട് മൂടി വെച്ചിരുന്നു. ഇനി നമുക്ക് എങ്ങനെ പരത്തിയെടുക്കണമെന്ന് നോക്കാം. സാധാരണ പൊറോട്ട അടിച്ചെടുക്കാമെന്ന് പറയുക. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് അത് അടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ വേറെ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ഈ ഉരുളകളെ എങ്ങനെയാണ് പരത്തിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ തേച്ച ടേബിൾ ടോപ്പിൽ ഇതേപോലെ ഒരു ബോൾ വെച്ചിട്ട് ഈ ബോളിലും നന്നായിട്ട് എണ്ണ പറ്റി കൊടുക്കണം. നമുക്ക് കൈ കൊണ്ട് മാക്സിമം പരത്താവുന്ന അത്രയും നമ്മൾ പരത്തിയെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തിക്കോല് ഉപയോഗിച്ചിട്ട് ഇത് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തിക്കോല് ഉപയോഗിച്ച് നമ്മൾ പരത്തുമ്പോൾ ചപ്പാത്തിക്കോല് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ എത്ര കനം കുറച്ച് എത്ര നീളത്തിലും വീതിയിലും നമുക്ക് പരത്താമോ അത്രയും നീളത്തിലും വീതിയിലും ഇതിനെ പരത്തിയെടുക്കണം. എത്ര ട്രാൻസ്പാരൻ്റ് ആയിട്ട് പരത്താൻ പറ്റുമോ അത്രയും നല്ലതാണ്. കട്ടി എത്രയും കുറയുന്നോ അത്രയ്ക്കും സ്മൂത്തായിരിക്കും നമ്മുടെ പൊറോട്ട. അപ്പോൾ നമുക്കത് എങ്ങനെ പരത്തണമെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് പറ്റുന്ന അത്രയും നീളത്തിലും വീതിയിലും കനം കുറച്ചും ആ ബോളിനെ നമ്മളിങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം. എണ്ണ തടവി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദാപ്പൊടി വിതറിയെടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെയർ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിവിടെ മൈദാപ്പൊടി ചേർക്കുന്നില്ല, എണ്ണ മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ പരത്തിന് നമുക്ക് നല്ല വീതി നീളം കിട്ടിയതുകൊണ്ട് നമ്മളിതിനെ കത്തി ഉപയോഗിച്ച് ഈക്വലായിട്ടുള്ള 3 പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ അഥവാ ഇത്രയും നിങ്ങൾക്ക് പരത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 2 പീസാക്കി എടുത്താൽ മതി. ഇതേപോലെ ഓരോ ലെയർ പൊന്തിച്ചെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ചുറ്റുന്നത് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ചുരുട്ടി വയ്ക്കണം. അതിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ ഇതേപോലെ അതിൻ്റെ പുറകിലേക്ക് വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റോൾ ചെയ്ത് വെച്ച ബോൾ എടുത്ത് പരത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് പരത്താവുന്നതിൻ്റെ മാക്സിമം പരത്തുക. അപ്പോൾ ആദ്യം നമുക്ക് കൈ കൊണ്ട് പരത്താവുന്നിടത്തോളം പരത്തിയതിന് ശേഷം ഒരു ചപ്പാത്തിക്കോലിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ കനം കുറച്ചല്ല പരത്തേണ്ടത്, കുറച്ച് കനത്തോടുകൂടി പരത്തണം. കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ ഇത് പരത്തുന്ന പ്രതലത്തിൽ തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ വെച്ചാണോ ഇത് പരത്തിയെടുക്കുന്നത് അതിൻ്റെ താഴെ നമ്മൾ നന്നായിട്ട് എണ്ണ പറ്റിയിരിക്കണം. അതുപോലെ ഈ ബോൾ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ പരത്തിയെടുക്കാൻ, അതല്ലെങ്കിൽ ഇത് താഴെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി പൊറോട്ട ചുട്ടെടുക്കുന്നതിനായിട്ട് നമുക്കൊരു ചൂടുള്ള പാനിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ടിട്ട് ആ ഭാഗത്തും കുറേശ്ശെ എണ്ണ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ പൊറോട്ടകളും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലെയർ തിരിക്കാനായിട്ട് ഇതേപോലെ നല്ല ചൂടുള്ള 2-3 പൊറോട്ടകൾ മുകളിലായി വെച്ചിട്ട് കൈകൊണ്ട് ഇതേപോലെ നന്നായി അടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നല്ല ലേയേർഡ് പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കെ.